ഒരു ദൃശ്യം കാണുകയായിരുന്നു. കോൺഗ്രസ്സുകാരുടെ ഒരു ഉളുപ്പില്ലായ്മയുടെ ദൃശ്യം. വയനാടത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി തൊഴുതു നിൽക്കുന്ന ഒരു കലണ്ടറുമായിട്ട് കോൺഗ്രസ്സുകാരെല്ലാം കൂടി ഇന്നലെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി. ദൃശ്യവും നോക്കി. ഒരു വർഷം അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം. ഇക്കഴിഞ്ഞ ജൂലൈ 30 വയനാട് ചൂരൽമല ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായി. ആ ഒരു വർഷം കഴിഞ്ഞ് അടുത്ത എത്ര 30കളായി നിങ്ങൾ നോക്കണം. ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 30, ഒക്ടോബർ 30, നവംബർ 30, ഡിസംബർ 30. 5 മാസം കൂടി പിന്നിടുകയാണ്. ഏകദേശം 1.5 വർഷമായി ഒരു നാട്ടിലെ ജനങ്ങളുടെ ദുരിതാവസ്ഥ, ജീവിതം ചിന്നിച്ചിതറിപ്പോയ പ്രകൃതി ദുരന്തത്തെ മുൻനിർത്തി ഇവർ പണപ്പിരിവ് നടത്തി. ആ പണപ്പിരിവ് നടത്തിയതിനു ശേഷം ദുരന്തത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇതുവരെ ഒരു സഹായവും ചെയ്യാതെ കലണ്ടർ എടുത്ത് ഫോട്ടോഷൂട്ട് നടത്തും. നോക്കിയേ. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വാദ്ര അദ്ദേഹത്തിന്റെ ഭൂമി കച്ചവടത്തിൽ, ഭൂമി കുംഭകോണത്തിൽ നിന്ന് രക്ഷിക്കാൻ സംഘപരിവാറുകാർക്ക് ഇലക്ട്രൽ ബോണ്ട് കൊടുത്തത് 160 കോടി രൂപ. ആലോചിക്കുക. കോൺഗ്രസിനെ നയിക്കുന്ന ഒരു കുടുംബം മറ്റൊരു രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കൈക്കൂലി പോലെ കൊടുത്തത് 160 കോടി രൂപ. അതിൽ ഒരു 2 കോടി രൂപ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി കൊടുത്തിട്ട്, അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ട് ഇങ്ങനെ ഒരു കലണ്ടറും അതിൻ്റെ ഫോട്ടോഷൂട്ടും നടത്തിയിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു. ആ മനുഷ്യരെല്ലാം പരിഹസിച്ചുകൊണ്ട്, ഒരു കാര്യവും ചെയ്യാതെ, അവരുടെ മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ നിന്ന് കലണ്ടർ ഉയർത്തിക്കാട്ടി ഫോട്ടോഷൂട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കട്ടിയാണോ ഇവർക്കുള്ളതെന്ന് ആലോചിച്ച്. ഒരു മനുഷ്യരെ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. ആ മനുഷ്യരുടെ ദൈന്യതയും കണ്ണീരിനെയും വിറ്റ് ഫണ്ടാക്കി മാറ്റിയതിന് ശേഷം, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിരിവെടുത്തതിന് ശേഷം, ഭൂമിയില്ല, എത്ര പണമുണ്ടെന്നറിയില്ല. യൂത്ത് കോൺഗ്രസ്സുകാർ അവരുടെ രീതിയിൽ കട്ടുകൊണ്ട് പോയി. കോൺഗ്രസ്സുകാരുടെ കൈവശം എത്ര പണമുണ്ടെന്ന് ആർക്കും അറിയില്ല. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ടി സിദ്ദിഖ് പറയുന്നു ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല, അന്തരീക്ഷത്തിൽ എവിടെയോ ആണ്. അഡ്വാൻസ് കൊടുത്ത ഭൂമിയെക്കുറിച്ച് പോലും പറയാതെ ജനങ്ങളെ വീണ്ടും പൊട്ടന്മാരും അവർ ചിന്താശേഷി ഇല്ലാത്തവരാണ് കഴുതകളാക്കിക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനം നോക്കിയേ. ഈ നാട്ടിൽ രാഷ്ട്രീയത്തിൽ പൊതുജന സേവകരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളതല്ല, അവരുടെ പേരിൽ ഫണ്ട് പിരിച്ചെടുത്ത് മുക്കാനുള്ളതാണ്, കക്കാനുള്ളതാണ്. അതുകൊണ്ട് ഗർഭചിത്രങ്ങൾ നടത്തുക, 5 സ്റ്റാർ ഹോട്ടലുകളിൽ പീഡിപ്പിക്കുക, ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാരുടെ രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന് ശേഷം ആ മനുഷ്യരുടെ മുന്നിൽ ഈ കലണ്ടർ ഉയർത്തിക്കാട്ടുമ്പോൾ ഒരുതരം രാഷ്ട്രീയ നേതാക്കന്മാർ പാവപ്പെട്ട മനുഷ്യരുടെ മുന്നിൽ മുണ്ടുമൊക്കി കാണിക്കുന്ന ഒരു രീതിയായിട്ട് വേണം ഇതിനെ കാണാൻ. കാര്യം അവർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ 1 വർഷവും 5 മാസവും പിന്നിടുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ ഒരു കല്ല് പോലും ഇടാതെ, അല്ലെങ്കിൽ അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടി ഭൂമി പോലും കണ്ടെത്താതെ, സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന ഈ പ്രവർത്തനത്തെയും ഈ ഫോട്ടോഷൂട്ടിനെയും കണ്ടിട്ട് ജനങ്ങളായിട്ടുള്ള നിങ്ങൾക്ക് ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തതിൽ ഒരു പുച്ഛവും തോന്നുന്നില്ലേ? മനുഷ്യരുടെ ദയനീയാവസ്ഥയെ കച്ചവടം ചെയ്ത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഫണ്ട് പിരിച്ച് അതിനെ കട്ടുകൊണ്ട് പോയവർ ഒരു ഉളുപ്പുമില്ലാതെ പിന്നെയും ഇങ്ങനെയൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്? അവർക്ക് ജനങ്ങളോട് പറയുന്ന വാക്കെന്നൊക്കെ പറഞ്ഞാൽ പഴയ ചാക്ക് പോലെയാണ്. പറഞ്ഞാൽ മാത്രം മതി, ചെയ്യണോ നിർബന്ധമൊന്നുമില്ല. ഞങ്ങൾക്ക് കുറേ ക്യാമറകളുണ്ട്, അതിൻ്റെ മുന്നിൽ നീട്ടുന്ന കോലുകളുണ്ട്, അവിടെ നിന്ന് ഞങ്ങൾ പലതും തട്ടിവിടും. അതൊന്നും നടപ്പാക്കണമെന്ന് ആരും തിട്ടൂരം പിടിക്കേണ്ട. അതിനെ സംബന്ധിച്ച് ചർച്ച നടത്തില്ല, ചോദ്യങ്ങളില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പിന്നെയും ഈ ക്യാമറകൾക്ക് മുന്നിൽ ഉളുപ്പില്ലാതെ നിന്ന് കാണിക്കും. അപ്പോഴും ഇന്നലകളിൽ ഇതേ ക്യാമറയ്ക്ക് മുന്നിലും മൈക്കിന് മുന്നിലുമാണ് ഇവർ ജനം കേൾക്കെ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്തത്. ആ വാഗ്ദാനങ്ങൾ കൊടുത്ത കോലുകളും മൈക്കുകൾക്കും വീണ്ടും വന്ന് ഇത് എടുക്കാനായിട്ട് കുറച്ചൊക്കെ ഉളുപ്പ് വേണ്ടേ? ഇവന്മാർ വെറുതെ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത കൂടി തകർക്കുന്നവരാണ് ഇവരെന്ന് അവർക്കും ചിന്തയില്ല. കാര്യം ഈ ഫണ്ടിന്റെ ഒരു വിഹിതം അവർക്ക് കൂടി കിട്ടുന്നുണ്ടല്ലോ. പിരിച്ചെടുത്ത ഒരു വിഹിതം ഞങ്ങൾക്കും തന്നാൽ പിന്നെയുമുള്ള ഇതുപോലുള്ള കലാപരിപാടികൾക്ക് അവർ തന്നെ കവറേജ് കൊടുക്കുന്നൊരവസ്ഥ. ഓരോ തവണയും ജനങ്ങളെ പറ്റിക്കാനായിട്ട് അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ക്യാമറകളും മൈക്കുകളും വീണ്ടും ജനങ്ങളെ പറ്റിക്കാനുള്ള ഉപാധികളാക്കി മാറ്റിക്കൊണ്ട് ഈ നാട്ടിൽ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന തരികിട പരിപാടിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനാണ് നിങ്ങൾ ഈ കണ്ടത്. ഇങ്ങനെയും പറഞ്ഞു പറ്റിച്ച മനുഷ്യർക്ക് മുന്നിൽ ഒരു ഉളുപ്പുമില്ലാതെ നിന്ന് അഭിനയിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ കപടന്മാർ എന്നല്ലാതെ മറ്റെന്ത് പേരാണ് ഇവരെ വിളിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു പോവുകയാണ്.